Hello, welcome to this session of discussion of last year CSAT examination papers. നമ്മൾ ഈ സെഷനിൽ കഴിഞ്ഞ കൊല്ലം വന്ന CSATൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. ഈ സെഷനിൽ നമ്മൾ ഫിസിക്സിലത്തെ ഫസ്റ്റ് യൂണിറ്റ് ആണോ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ചാപ്റ്റർ എന്ന ഭാഗം എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് 1 and 2 ഡയമെൻഷൻ മോഷൻ, ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ കളക്ട് ചെയ്ത് അതിൻ്റെ ഡിസ്കഷൻ 1 by 1 വി വിൽ ഡു ഓൺ ദി ബോർഡ്. നമ്മൾ ബോർഡിൽ ചെയ്യും. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി, CSATൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി ഒരു ചെറിയൊരു അവലോകനം പറയുകയാണെങ്കിൽ, സാധാരണ ഫിസിക്സ് പേപ്പർ എന്ന് പറയുന്നത് കുറച്ചും കൂടി മാത്തമെറ്റിക്കൽ ഓറിയൻറ്റഡ് കാൽക്കുലേഷൻ ബേസ്ഡും ലോജിക്കൽ കൺക്ലൂഷൻസ് ആവശ്യമുള്ള പേപ്പേഴ്സാണ് വരിക. CSATൻ്റെ പേപ്പറിൽ അതിന് പകരം അങ്ങനത്തെ ചോദ്യങ്ങൾ വളരെ കുറവായിരിക്കും. പകരം നോളേജ് ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള നോളേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കാണും. മറ്റുള്ള കീം എക്സാമിനേഷൻ പോലെയോ JEE മെയിൻ അഡ്വാൻസ് ആ റേഞ്ചിലല്ല ഇതിൻ്റെ ചോദ്യങ്ങൾ. ഇതെല്ലാം കൂടുതലും നമ്മുടെ ബയോളജി പഠിക്കുന്ന പോലെ നമ്മുടെ മനസ്സിലുള്ള ബൈ ഹാർട്ട് പഠിച്ചിട്ടുള്ള ചോദ്യങ്ങളെ പോലെ ഇൻഫർമേഷൻ ഡാറ്റകളായിരിക്കും കൂടുതൽ അവർ ചോദിക്കേണ്ടാവും. കൂടുതൽ ഞാൻ പറഞ്ഞു, അല്ലാതെ കാൽക്കുലേഷൻ ടൈപ്പ് വല്ലാണ്ട് കുറവായിരിക്കും. നമുക്ക് തുടങ്ങാം. നമ്മുടെ യൂണിറ്റ് 1 ആണ്. ആ യൂണിറ്റ് 1-ലുള്ള ടോപ്പിക്ക് ഞാൻ പറഞ്ഞു. വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദെയർ ഓൺ ദി ബോർഡ്. ബോർഡിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. അക്യുറസി ഫോർ മെഷർമെൻറ്റ് ഇൻ എക്സ്പെരിമെൻറ്റ് എക്സ്പ്രസ് അക്യുറസി കാണിക്കുന്നത് ക്ലോസ്നെസ് ടു ദി ട്രൂ വാല്യൂ ആണ്. അതിനോട് ഏറ്റവും അടുക്കാത്ത കൂടുതൽ അക്യുറേറ്റ്സ് ഒക്കെ ആ അർത്ഥം വരാവുന്ന രീതിയിൽ അവിടെ ഡീവിയേഷൻ അല്ല, കറക്റ്റ്നെസ് ഓഫ് ദി മെഷർമെൻറ്റ് വിത്ത് ദി ട്രൂ വാല്യൂ. സോ ദാറ്റ് ഇസ് ദ ഓപ്ഷൻ. ഇതാണ് നമ്മുടെ നോളജ് ഇൻഫർമേഷൻ സഫീഷ്യൻ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ മനസ്സിലുള്ള ഓർമ്മ മതി ഇതിനകത്തുള്ള ഒട്ടുമുക്കാല് ചോദ്യങ്ങളും ചെയ്യാനായിട്ട്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വട്ട് വി മീൻ ബൈ അക്യുറസി, ദാറ്റ് ഈസ് ഇതാണ് ചോദ്യം. അതിന് നമ്മൾ ഉത്തരവും പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം ബോർഡിലുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. അതിനകത്ത് ഇങ്ങനെയാണ്: ദ വെർനിയർ ഈസ് ഡിവൈഡഡ് ഇൻടു 30 ഡിവിഷൻസ് വിച്ച് കോയിൻസൈഡ് വിത്ത് 29 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈച്ച് ഓഫ് ½ മില്ലിമീറ്റർ ലീസ്റ്റ് കൗണ്ട്. ഇത് സിമ്പിൾ കാൽക്കുലേഷൻ ആവശ്യമുള്ള ഒരു ഫോർമുല എഴുതി സിമ്പിൾ കാൽക്കുലേഷൻ ആവശ്യമുള്ള ഒരു ഡാറ്റ. യു നോ ലീസ്റ്റ് കൗണ്ട് ഈസ് ഗോൺ ബൈ least count is gone by. There is not a value of 1 minus solution by number of division on the vernier. ഇവിടെ പറഞ്ഞ vernier is divided into 30 divisions which coincide with the 29 main scale divisions. Without each division is ½ millimeter. The value of 1 main scale division is equal to ½ millimeter. Each division is ½ millimeter. And therefore value of 1 main scale division is the value of 1 main scale division by number of division on vernier. Value of main scale division is given to you ½ millimeter by number of division on the vernier. It is given divided into 30 division by 30. It's equal to 1 by 60 millimeter. Now the least count and that is there 1 by 60 option is there. Okay, നമുക്ക് അടുത്ത value on main scale division, number of division on the vernier formula is there. അത് നമുക്കറിയാം. ഈ രണ്ട് ഡാറ്റ എവിടെയുണ്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, that's the answer.
മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ the diameter of a solid ball is measured with a screw gauge whose pitch is 0.5 millimeter and there are 50 divisions on the circular scale. The reading of the main scale is 2.5 millimeter and that on the circular scale is 20 division. The measured mass of the ball was relative error is 1.5. The relative error, percentage of error in the density. അപ്പോൾ density is given by mass by volume. Error in measurement of mass is directly നമുക്ക് തന്നിട്ടുണ്ട്, നേരിട്ട് തന്നിരിക്കുക, given directly. Then പിന്നെ നമ്മുടെ അടുത്ത പണി എന്താ, വോള്യത്തിൻ്റെ റിലേറ്റീവ് എറർ കാണണം, പെർസെൻറ്റേജ് എറർ കാണണം. ഈ രണ്ട് എറർ നമ്മൾ തമ്മിൽ ആഡ് ചെയ്യണം. വോള്യം കാണാനായിട്ട് വാട്ട് ഈസ് ദ ഡാറ്റ ഗിവൺ, നമുക്ക് എന്താ ഡാറ്റ തന്നിട്ടില്ലെന്ന് നോക്കാം. വോള്യം കാണാനായിട്ട് we are given the diameter of the solid sphere measured with the screw gauge. അപ്പോൾ മെഷർമെൻറ്റ് പാർട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചരിത്രത്തിലെ പിച്ച് തന്നിട്ടുണ്ട്, നമ്പർ ഡിവിഷൻ ഓൺ ദി സർക്കുലർ സ്കെയിൽ തന്നിട്ടുണ്ട്. And therefore you can calculate least count. Least count of the screw gauge is given by pitch by number of division on the circular scale or head scale, and pitch is given as 0.5 by 50. That is equal to, this I'm doing, that is equal to 5 by 500, equal to 1 by 100 is equal to 0.01 millimeter. ഇനി അടുത്തത് ആ റേഡിയസ് കാണാൻ അല്ലെങ്കിൽ ഡയമീറ്റർ കാണാനായിട്ട് ഞാൻ മെഷർമെൻറ്റ് നടത്തിയപ്പോൾ the reading of the main scale is 2.5 millimeter and therefore circular scale reading is 20. Then what is the diameter? The scale reading. Diameter measurement is given by pitch scale reading 2.5 millimeter plus coinciding head scale division, that's our formula, that is 20 into least count 0.7. This one doing 2.5 plus 0.20 that is equal to 0.20 is equal to 2.70. The value of doing is equal to, this is the diameter. And then diameter, quarter value of the diameter, then we can say, what is the quarter value of the diameter? Quarter value of the diameter is equal to 2.70 plus or minus 0.01. This is the quarter value of diameter. Then what is the percentage error in diameter? Relative error in diameter, percentage error in diameter. And percentage error in diameter and percentage error in radius both are the same. And therefore we can calculate what is the percentage error in radius. Percentage error in diameter or radius is equal to 0.01 by 2.70 into. This is equal to 1 by 270 is equal to 0.0 I'm sorry, 2.7. Sorry. 0.0, 1 by 2.7. This is equal to 3. 2.7 into 3. 3, then 7. This is around 0.37 0.36 or 0.37 percentage. This is the percentage of error in
radius. Then percentage error in volume is equal to 0.37 into 3 because volume r cube. 4 by 3 pi r cube 3 times. It's equal to 1.1. 1.1 percentage. This is the percentage error in volume. Question is, what is the relative percentage error in the density? Density is mass by volume. Density is mass by volume. Therefore, percentage error in density, percentage error in mass directly given to you, plus percentage of volume that you calculated equal to 1.1 percentage. It's on 2.6 percentage. So the percentage error in density is equal to 2.6 percentage. Little bit lengthy. രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു. നമുക്ക് ലിസ്റ്റ് കൊണ്ട് കാണിച്ച് ടോട്ടൽ റേഡിയസ് കണ്ടുവന്നു, അതിൻ്റെ പെർസെൻറ്റേജ് എറർ കണ്ടുവന്നു, വോള്യത്തിൽ കൺവേർട്ട് ചെയ്യണം. ദെൻ അപ്ലൈ ദ പ്രിൻസിപ്പിൾ ആൻഡ് ഗെറ്റ് ദി ആൻസർ. ഇറ്റ്സ് ഓക്കെ. Which of the following is wrongly matched? Now, barometer pressure, lactometer, milk, Coulomb's law charge, humidity calorimeter is the heat measuring instrument, not humidity measuring instrument. Therefore, this is wrong. This is wrongly matched. Gray is the unit of. Gray എന്ന് പറയുന്ന അയണൈസിങ് റേഡിയേഷൻ്റെ അയണൈസിങ് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടുള്ള യൂണിറ്റാണ്, റേഡിയാക്ടിവിറ്റി ബേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെർഫോർ ദാറ്റ് ഈസ് ദ റേഡിയേഷൻ ഡോസേജ്. അത് റേഡിയേഷൻ ഡോസേജിൻ്റെ യൂണിറ്റാണ് ഒരു ഗ്രേ എന്ന് പറയുന്നത്. അതിൻ്റെ സബ് യൂണിറ്റ് റാഡാണ്. 100 റാഡാണ് ഒരു ഗ്രേ. ഗ്രേ ഈസ് എ SI യൂണിറ്റ് ഓഫ് റേഡിയേഷൻ ഡോസ്. അതിൻ്റെ CGS യൂണിറ്റിൻ്റെ പേര് റാഡാണ്. 100 റാഡാണ് ഒരു ഗ്രേ. അത് കാരണം നമ്മുടെ ആൻസർ റേഡിയേഷൻ ഡോസ്. നെക്സ്റ്റ് അടുത്തേക്ക് പോവുകയാണെങ്കിൽ the measurement of physical quantity, the standard deviation and probable error are related. ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ളൊരു ഡാറ്റ ഇൻഫർമേഷനാണ്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ്, ഒരു ഫോർമുല സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ സാധാരണഗതിയിൽ പറയുന്നതല്ല. ആൻഡ് ദർ യു ക്യാൻ സേ ദാറ്റ് if R is related, കാണാനില്ല ക്വസ്റ്റ്യൻ, ഇവിടെ പ്രോബബിൾ ആൻസർ ഇല്ല. And R is, and sigma is the probable error, and R is the relative deviation. Relative deviation, R is the relative deviation, and sigma is the standard deviation. Probable error R. Probable error R and sigma is the standard deviation. They are related by the relation this one. R is equal to plus or minus 0.674 by sigma. ആൻഡ് ഈ റിസൾട്ട് അങ്ങനെ തന്നെ എടുക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ശരി, അടുത്ത ചോദ്യം. probable error R. So that is the equation. നമുക്ക് അടുത്ത ചോദ്യത്തേക്ക് കടന്നാൽ, വിച്ച് ആർ ദി ഫോളോയിങ് ഇസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഇതിലേതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന ചോദ്യം. നമുക്കറിയാവുന്ന പോലെ നോക്കിയാൽ ടൈം ഇസ് ദി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. അടുത്ത ചോദ്യം ബോർഡിലുണ്ട്. The resistance are 10.0 ohm plus or minus 1. R2 is equal to 5.0 plus or minus 0.1 are connected in parallel. Then the percentage of error in the resultant value of R is. Now, we know 1 by R is equal. നമ്മുടെ അറിയാവുന്നതാണ്, നമുക്ക് പാരലൽ കോമ്പിനേഷൻ റെസിസ്റ്റേഴ്സിൻ്റെ പാരലൽ കോമ്പിനേഷനിൽ നമുക്കറിയുന്ന റിസൾട്ട് 1 by R is equal to 1 by R1 plus 1 by R2, or R is equal to R1 R2 by R1 plus R2.
ഇനി ഈ രണ്ട് റിലേഷനും ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതിൽ വരുന്ന ആറിൽ റിസൾട്ടൻ്റ് റെസിസ്റ്റൻസിലുള്ള എറർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഇനി അതിലേതാണ് കറക്റ്റ്, രണ്ട് സെയിം ആണോ, ഏതാണ് മോർ കറക്റ്റായിട്ട് വരിക എന്നുള്ളത് ഈ രണ്ട് മെത്തേഡിലും നമുക്ക് ഉപയോഗിക്കും. ആദ്യത്തത് ഞാൻ ഈ മെത്തേഡ് ഉപയോഗിക്കും. R is equal to R1 plus R2. R is the quantity value of R is this one. ഇതാണ് നമ്മുടെ quantity value. അപ്പോൾ പെർസെൻറ്റേജ് പറഞ്ഞതിൻ്റെ R1 കാൽക്കുലേറ്റ് ചെയ്താൽ 0.1/10 into 100 is equal to 1%. പെർസെൻറ്റേജ് പറഞ്ഞ R2 കാൽക്കുലേറ്റ് ചെയ്താൽ 0.1/5 into 100, 2%. Next, then what is R1 plus R2? R1 plus R2, if you calculate, R1 plus R2, mean value is equal to 15, plus or minus, absolute error is added 0.2. Therefore, percentage of error in R1 plus R2. R1 plus R2 ഉള്ള percentage error is equal to 0.2/15 into 100. Is equal to, ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 20/15, 4/3, 1.33%. എങ്കിൽ ഇവിടെ നിങ്ങൾ കൊണ്ടുപോയി കാൽക്കുലേറ്റ് ചെയ്താൽ, ഈ ഫോർമുലയിൽ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്താൽ percentage of error in R is equal to percentage error in R1 1% plus percentage error in R2 2% plus percentage error in R1 plus R2 നമ്മളുള്ള ബേസിക് പ്രിൻസിപ്പിൾ അനുസരിച്ച്. So on calculation 4.3%. And you look, that answer is here. So answer is here 1. ഇനി അടുത്തത് നമ്മൾക്ക് ചോദിക്കാനുള്ള ഈ ആർഗ്യുമെൻ്റ് മുഴുവൻ ശരിയായിരുന്നു അല്ലേ എന്നാണ്. ഇതിലുള്ള കുഴപ്പം, നിങ്ങൾ രണ്ട് മെഷർമെൻറ്റേ ചെയ്തിട്ടുള്ളൂ, R1 R2 മാത്രം. അത് കാരണം കൊണ്ട് രണ്ട് മെഷർമെൻറ്റിൻ്റെ എററേ റിസൾട്ടിൽ ഉണ്ടാവാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, നിങ്ങളിവിടെ ചെയ്ത ആക്ടിവിറ്റിയിൽ 3 എറർ ഇൻവോൾവ്ഡ് ആണ്. അതായത് R1 plus R2 എന്ന് പറയുന്നത് ഞാൻ മെഷർ ചെയ്ത വാല്യൂവേ അല്ല, അങ്ങനെ മെഷർമെൻറ്റ് നടത്തിയിട്ടില്ല. ഞാൻ R1 R2 മാത്രം നടത്തിയിട്ടുള്ളൂ. ഇവിടെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച പോലെയാണ് ഈ ആൻസർ. അപ്പോൾ ആ ആൻസറാണ് ഇവിടെ കിടക്കുന്നത്, അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഈ ആൻസർ ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ മോർ കറക്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ 2 എറർ ഇതിനകത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. 2 എറർ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മെത്തേഡ് ഓഫ് ഡൂയിങ് എന്താണെന്ന് നോക്കാം. നൗ യു നോ ദാറ്റ് ദിസ് ഓൺ ഡിഫറൻസിയേഷൻ minus 1/r squared dr equal to minus 1/r1 squared dr1 minus 1/dr2 squared dr2 or minus എല്ലാത്തിലും ഉണ്ട്. ഇതിനിങ്ങനെ എഴുതാം, 1/r into dr by r equal to 1/r1 into dr1 by r1 plus 1/r2 dr2 by r2. Or dr by r, this is the relative error in R, capital R, is given by r into 1/r1 dr1 by r1 plus 1/r2 dr2 by r2. This we have to calculate. Here r is given by r1 r2 by r1 plus r2. R is equal to R1 R2 by R1 plus R2 plus mean 10 into 5 by 10 plus 5. 50 by 15. 10 by 1. So our value is got. But now you can calculate 10 by 3 into 1 by R1, 1 by 10. Into dr by R1. dr by R1 is equal to 1. dr by R1 we did 0.1 by 10. dr by R1 is equal to 0.1 by 10. 0.01.
dr by r1 0.01 plus 1 by r2, that's equal to 5 into dr2 by r2, that is there 0.1 by 5. 0.1 by 5 mean 0.02. You have to calculate this one. This is equal to 1 by 3 into multiplying 0.1 plus 0.01. 0.01 by 0.001. 1 by 10, 1 by r1 into dr1 by r1. dr1 by r1 is equal to 0.1 by 10, that is equal to 0.01. By 10, 0.01. Around doing is equal to 0.004. It's equal to 10 by 3. 10 by 3 into 0.005 is equal to 0.05 by 3 into 10. Sorry. And that value, if we look, this is on doing, let me see, 0.0. 0.0166. 0.0166. That answer is not there. That answer is not there. What we did is correct. 1.00. That answer is not there. And therefore they give the answer based on this data. But the corrected data is equal to that much. That option is not there. And hence the answer. So this is the correct method of doing in parallel combination. We found out we apply this and find out the dr by r of the parallel combination, relative error of the combination. dr by r is 1 by formula is equal to r into 1 by r1 into dr1 by r1 plus 1 by r2 into dr2 by r2. Each one we calculated. R is calculated. Our formula R calculate R1 R2 by R1 plus R2. 50 by 15 10 by 3. R ന്റെ വാല്യൂ കിട്ടി. ഇനി 1 by R1 1 by 10 into dr1 by dr1 അവിടെ ഉണ്ട്. അത് 0.01 ഉണ്ടാവും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.0 രണ്ടിൽ പോലെ 0 20 4. ദിസ് ഓൺ കാൽക്കുലേഷൻ ഇത് നമ്മൾ ആഡ് ചെയ്താൽ 0.005 മൾട്ടിപ്ലൈ ചെയ്താൽ 0.05 by 3. That answer is not there. So this is ഇതാണ് കറക്റ്റ് മെത്തേഡ്. അതില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ മാച്ച് ഓപ്ഷന് ആൻസർ കൊടുക്കാം. That's okay. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ലൈറ്റ് ഇയർ ഈസ് യൂസ്ഡ് ടു മെഷർ. ലൈറ്റ് ഇയർ ഒരു എന്തിൻ്റെ യൂണിറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് നമുക്കറിയാം, ലൈറ്റ് ഇയർ ഈസ് നോട്ട് ദി യൂണിറ്റ് ഓഫ് ടൈം. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 year is the distance. അത് കാരണം ഉണ്ടായിരുന്ന ഓപ്ഷൻ ഡിസ്റ്റൻസ്. അടുത്ത ചോദ്യം ഇത് ഫോളോയിങ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. നമ്മൾ പഠിച്ചിട്ടുള്ള റേഡിയൻ ആംഗിൾ ഹാസ് നോ ഡയമെൻഷൻ and the dimensional quantity is radian. Next. അടുത്ത ചോദ്യം, മെഷർ ഓഫ് റിപ്പീറ്റബിലിറ്റി ഓഫ് മെഷർമെൻറ്റ് ഓഫ് എ ക്വാണ്ടിറ്റി. നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്താണ് റിപ്പീറ്റബിലിറ്റി ഓഫ് മെഷർമെൻറ്റ് ഓഫ് എ ക്വാണ്ടിറ്റീസ്? അങ്ങനെ റിപ്പീറ്റ് ചെയ്തോളം നമ്മുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കുക. വി വിൽ കം ടു ക്ലോസ്നെസ് ടു ദി കറക്റ്റ് വാല്യൂ, or we will get more accurate value or most accurate value. So therefore accuracy. അടുത്ത ചോദ്യം, the digit of a measured number that are known to be correct are called. The digits of a measured number that are known to be correct are called. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് significant digit. The digits of a measured number that are more significant in a measurement, significant digits.
The dimension formula of modulus of velocity. Modulus of velocity, pressure dimension formula is the same. Stress, modulus of velocity is same. Force by area, m L minus 1 T minus 2. M L minus 1 T minus 2. That is the formula. അടുത്ത ചോദ്യം. Dimension of m L minus 1 T minus 2 may corresponds to. നേരത്തെ എഴുതിയ ചോദ്യമാണ്. നേരത്തെ പറഞ്ഞ അതേ ചോദ്യം. That is the pressure, energy density, modulus of velocity, m L minus 1 T minus 2. Here there is energy density of pressure or stress or modulus of velocity of pressure. അടുത്ത ചോദ്യം. A pair of physical quantities that have got different dimensions. Pair of physical quantity that have got different dimensions. Dimensions are different. Now, look at the data. You can say that angular momentum, L is equal to NH by 2 pi. Look at the relation. Angular momentum, L and H have got same dimension. L and H. Here it is that Planck's constant torque, L and H has got same dimension, and therefore Planck's constant and the torque are not of the same dimension. Therefore, pair of physical quantities that have a different dimension. So this is called this one. They are different. All of these are the correct. This is wrong. The wrong means dimensions are not the same. Dimensions ഇവർ രണ്ടുപേരും സെയിം അല്ല. അത് നമ്മൾ എത്ര പറയാൻ പറ്റുന്ന കാരണം വെച്ചാൽ ഈ ഒരു ആംഗുലർ മൊമെന്റം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് NH by 2 pi എന്നാണ്. ഈ കോൺസ്റ്റൻസ് ആണ്. L and H. L-നും H-നും ഒരേ ഡയമെൻഷൻ. L is not a torque. ആംഗുലർ മൊമെന്റം ആണ്. And therefore that is the answer. Which of the following unit of solid angle? Steradian. Steradian is the unit of solid angle. അടുത്ത ചോദ്യം. Just before striking the ground, 2 kilogram mass has 400 joules of kinetic energy. ഇടിക്കുന്നതിന് മുമ്പ് 400 ജൂൾ kinetic energy ഉണ്ട്. ഗ്രാവിറ്റേഷൻ ഫീൽഡ് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലാണ് വീഴുന്നത്. ഫ്രിക്ഷൻ ക്യാൻ ബി ഇഗ്നോർഡ്. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലാണ്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മുഴുവൻ കൈനറ്റിക് ആയിട്ട് മാറി എന്നർത്ഥം. റൈറ്റ് ചെയ്താണ് വീണ്, അവിടെ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് മുഴുവൻ ഇത്രയും കൈനറ്റിക് എനർജി ആയിട്ട് മാറി. ഫ്രം വാട്ട് ഹൈറ്റ് ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ്. എന്ത് പറയാം? സപ്പോസ് ഇത് വീണത് HIT എന്നാണെങ്കിൽ അതിന് ഇനീഷ്യലി ഉള്ളത് തുടക്കത്തിലുള്ള പൊട്ടൻഷ്യൽ എനർജി MgH. ഓൺ റീച്ചിങ് ദ ഗ്രൗണ്ട്, അത് ഭൂമിയിൽ ഹിറ്റ് ചെയ്യുന്ന സമയം അത് മുഴുവനായിട്ട് കൈനറ്റിക് എനർജി, വേറെ എനർജി ആയിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി ആയിട്ട് പോകും. കൈനറ്റിക് എനർജി കിട്ടിയത് 400 ജൂളാണ്. നമുക്ക് MgH is equal to 400. So H is equal to 400 by m, 2 kilogram into 10. കിട്ടുമ്പോൾ കളഞ്ഞാൽ 20 മീറ്റർ. അത് 20 മീറ്റർ ഹൈറ്റ് എന്നാണ് വീണത്. സോ ദാറ്റ് ഈസ് ദർ. ശരി, അടുത്ത ചോദ്യത്തേക്ക് പോകാൻ നമുക്ക്. A body start from rest and move with an acceleration 20 centimeter per second square. അതിൻ്റെ റെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ U0 ആണ്. സബ്ജക്റ്റ് യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ ആണ്. 20 ആക്സലറേഷൻ തന്നിട്ടുണ്ട്. സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ 10 സെക്കൻഡ്. യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ S is equal to distance ut plus half at square. ഇത് starting from rest, half into a 20 into 10 square is equal to 10 into 10 square, 1000 centimeter. So it is 1000 centimeter. That is there. അടുത്ത ചോദ്യത്തേക്ക്. Figure below shows a displacement time graph of a moving particle on x-axis. Then which one of the following is correct? ഏതാ കറക്റ്റ് എന്ന്. പി ആർ പൊസിഷൻ ടൈം ഗ്രാഫ് നിങ്ങൾ പടം നോക്കുകയാണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ 0 to T0, you can say that slope is a constant and slope of displacement time graph. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് വെലോസിറ്റി തരും. അത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്.
But now the body has got a constant velocity, uniform velocity up to T0. T0 vare. T0 കഴിഞ്ഞാലോ, you can say the position remain the same. Position remain the same. And since the position remain the same mean body at rest. But uniformly accelerate, it has got uniform velocity motion. And come to rest at t is equal to 0. This is what happened. Up to T0, it maintain uniform velocity. Beyond that T0, it come to rest. The particle is continually going on positive direction. That is wrong because it is traveling along the x because x is increasing. But up to a certain distance, thereafter it stops. It is not continuously going. Particle is at rest. Particle is at rest beyond T0. T0 കഴിഞ്ഞാൽ body at rest. Velocity increases up to T0. Velocity increases wrong. Velocity maintain uniform up to T0. Particle move at constant velocity up to T0 and then stop. So that is correct. So option is equal to 4. നാലാമത്തതാണ് option. Velocity time graph അല്ലെങ്കിൽ curve. A body projected vertically upward. Vertically upward, we are giving an initial velocity. Body projected vertically upward. You are going initial upward when t is equal to 0. 0 time I upward velocity positive എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ it has got positive velocity when t is equal to 0. 0 time positive velocity is or is. In മുകളിലേക്ക് പോകുമ്പോൾ അപ്പോൾ time goes, velocity uniformly retarded and finally become at the highest point. ഈ പോയിന്റ് highest പോയിന്റിലെത്താനുള്ള time. Thereafter അത് കഴിഞ്ഞാൽ the body reverses the direction. Velocity become negative, but acceleration is still the same. Slope same. Graph extended like this, and this is the graph. So it is a straight line graph. 21ാമത്തെ ചോദ്യം. Distance time graph of an accelerated motion. Distance time xt graph x proportion t square. S is equal to ut plus half at square. You can say yes, function of t square. Depend on proportional way starting from the starting. So it depend on t square. Since the square term definitely is a parabola. So the graph is a parabola. Depend on square of time. Graph is a parabola. Distance time graph. Next. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണെങ്കിൽ which one of the following is a scalar quantity? Velocity, acceleration, distance and force. Definitely distance. Not displacement, distance. Path length is a scalar quantity. അടുത്ത ചോദ്യം 23 A stone is released from elevator going up with an acceleration A. The acceleration of the stone after the release is stone is released from an elevator going up with an acceleration. Suppose this is the elevator and it is going up with an acceleration. Okay. അതിൽ നിന്ന് ഇത് മുകളിലേക്ക് പോകും. Acceleration stone after the release is stone is released from an elevator going up with an acceleration. Now within the elevator, if you are holding, നമ്മൾ ആ elevator ഞാൻ ഒരു കല്ല് പിടിച്ചിരിക്കുന്നുണ്ട്. Then we can say that with respect to me, elevator, it is at rest. അത് at rest ആണ്. elevator മുകളിലേക്ക് പോവുക താഴത്തേക്ക് പോവുകയാണ് with respect to elevator. elevator ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ബോഡി at rest ആണ്. ഇനി അയാൾ റിലീസ് ചെയ്താലേ എലവേറ്ററിൻ്റെ ആക്സലറേഷൻ ഈ സ്റ്റോണിനില്ല. പകരം അത് വീണുകൊണ്ടിരിക്കുന്ന ഫീൽഡിൻ്റെ ആക്സലറേഷൻ ഉണ്ട്. അത് വീണുകൊണ്ടിരിക്കുന്നത് ഗ്രാവിറ്റി ഫീൽഡിലാണ്. ആക്സലറേറ്റീവ് ഗ്രാവിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ നെഗ്ലക്ട് ചെയ്തോട്ട് അപ്പോൾ അത് അവിടെ ഉണ്ട്. അതിനുള്ള കാരണം കൊണ്ടുവന്നിട്ട് താഴത്തേക്ക് അത് ആക്സലറേറ്റ് ചെയ്യും ഡ്യൂ ടു ഗ്രാവിറ്റി. ആൻഡ് therefore dropped body has got acceleration due to gravity. Then acceleration of the stone after the release is എങ്ങടാണ് g downward. It go down g down because acceleration of the
elevator is not there on the body that is dropped. ആ ഡ്രോപ്ഡ് ബോഡിക്ക് ആ ആക്സലേഷൻ്റെ എലിവേറ്ററിൻ്റെ ആക്സലേഷൻ ഇല്ല. പക്ഷെ എലിവേറ്ററിൻ്റെ ആക്സലേഷൻ ഇല്ല, ഫീൽഡിൻ്റെ ആക്സലേഷൻ ഉണ്ട്. പക്ഷേ ആ സമയത്ത് ഈ ഡ്രോപ്പ് ചെയ്യുന്ന ബോഡിയുടെ സമയത്ത് ഫോർ എക്സ്റ്റേണൽ ഒബ്സർവർ ഈ ഡ്രോപ്ഡ് ബോഡി ഹാസ് ഗോട്ട് വെലോസിറ്റി ദാറ്റ് ഓഫ് ദി എലിവേറ്റർ. അത് ചോദ്യത്തിൽ ഇല്ല. ഉണ്ടെങ്കിൽ ഇവിടെ എക്സലേഷൻ ഈസ് നോട്ട് ദ എക്സലേഷൻ ഓഫ് ദി എലിവേറ്ററിൻ്റെ എക്സലേഷൻ അല്ല, പകരം അത് മൂവ് ചെയ്യുന്ന ഫീൽഡിൻ്റെ എക്സലേഷൻ. ആ ഫീൽഡ് ഗ്രാവിറ്റി ഫീൽഡാണ് ചുറ്റാകുമ്പോൾ. അടുത്ത ചോദ്യം ബോർഡിലുണ്ട്. Particle is moved with the speed v is equal to b root x along the positive x-axis. Particle origin t is equal to 0. Speed of the particle at t is equal to t. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് particle is moved with the velocity at speed v is equal to b root x. The particle is origin at t is equal to 0. Then speed of the particle at t is equal to 2. t is equal to 2 അതിൻ്റെ സ്പീഡ് എന്താവുന്നതാണ് ചോദ്യം. അപ്പം നമുക്ക് തന്നത് എന്താണെന്ന് നോക്കാം. തന്നത് മൂവ് വിത്ത് സ്പീഡ് v is equal to root x. സ്പീഡ് വെലോസിറ്റി മൂവിങ് വിത്ത് സ്പീഡ് v is equal to root x തന്നെയാണ് along the positive x-axis. Particle is at origin when t is equal to 0. When t is equal to 0, particle is at origin. ഒരു ബൗണ്ടറി കണ്ടീഷനാണ് 0 ടൈമിൽ. അപ്പോൾ എനിക്ക് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ നോക്കിയാൽ b is equal to b root x എന്നാണ് തന്നിട്ടുള്ളത്. എൻ്റെ ചോദ്യം അവസാനിക്കുന്നത് സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് t is equal to ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്തായിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഈ ഇക്വേഷനെ പൊസിഷൻ ടൈമിലേക്ക് എത്തിക്കണം. ഇവിടെ വെലോസിറ്റി പൊസിഷൻ റിലേഷൻ തന്നിട്ടുണ്ട്. ഇതിലൊരു വിക്ക് വരെ നമുക്ക് എന്താ എഴുതാം, dx/dt എഴുതാം, b root x എഴുതാം. ഇതിൽ നിന്ന് dx/root x എഴുതിയാൽ b dt. എന്തിനാ ഞാനത് എഴുതിയെന്ന് വെച്ചാൽ നിങ്ങളോട് ചോദ്യം ചോദിച്ചപ്പോൾ സ്പീഡും എക്സ് നമ്പർ റിലേഷൻ തന്ന് അവസാനം ചോദിക്കുന്നത് ടൈമും പൊസിഷൻ തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ സ്പീഡിന് അവിടെ റിലവൻസ് ഇല്ലാതെ മാറുക. അപ്പോൾ സ്പീഡിനെ ഞാൻ എടുത്ത് മാറ്റണം, ആരുടെ ടൈമിൽ മാറ്റണം, ടൈം ആൻഡ് പൊസിഷൻ. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതെന്ത് ചെയ്യണം, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അറിയാം, ഇത് എക്സ് റേസ് ടു മൈനസ് ഹാഫ് ഡി എക്സ് ബി ഡി ടി ഇൻറ്റഗ്രേറ്റിംഗ്. ഇത് ഇൻറ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ബൗണ്ടറി കണ്ടീഷൻ ഇവിടെ നിങ്ങൾ കൊടുത്താൽ t is equal to 0 കൊടുത്താൽ x 0 ആണ് ഈ ഇക്വേഷൻ പ്രകാരം. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റഗ്രേഷൻ ഇൻവോൾവ്ഡ് ആവണില്ല എന്നർത്ഥം. ഇൻറ്റഗ്രേറ്റ് നമ്മുടെ ഫോർമുല എന്താ, x raised to n+1/n+1. അത് എഴുതിയാൽ x raised to n+1 മൈനസ് ഹാഫ് പ്ലസ്, അപ്പോൾ മൈനസ് ഹാഫ് പ്ലസ് 1 is equal to half by x raised to n+1/n+1 is equal to, ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത bt. Plus c is there, but you know if you apply boundary condition, in the boundary condition t0 കൊടുത്താൽ x0 ആണ്. അപ്പോൾ എന്താവും c0. അപ്പോൾ ഞാൻ എഴുതണില്ല that boundary condition. Now from this root x is equal to half bt. നമുക്ക് എന്താ ചോദ്യം, we have to find the speed of the particle. If the particle at origin t is equal to 0, then the speed of the particle at t is equal to t. Speed of the particle at t is equal to t. Now, speed and time. You know, root x is equal to half bt. V is equal to speed is equal to b root x. Now, replace the question number 1 ആണെങ്കിൽ, equation number 2 ആണെങ്കിൽ, now we can replace root x in equation number 1 by equation number 2, and therefore substituting
2 in 1. What we get? B is equal to B into root x. Root x is equal to half bt. It's called B squared t by 2. B squared t by 2. T ക്ക് പകരം tau എന്ന് എഴുതാം. So that is the answer. B squared 2 by 2. B squared t by 2. So that is the option. Okay. അടുത്ത ചോദ്യത്തിലേക്ക്. Motion of a car on a straight road can called as the straight road. And that is what is called rectilinear propagation or motion. അടുത്ത ചോദ്യം. A particle is initially moved with a velocity 10 meters per second. It undergoes constant acceleration 2 meters per second square. But the velocity after 4 seconds. We are given initial velocity u is given 10 meters per second. Undergo constant acceleration v is given plus. But the velocity after 4 seconds t is equal to 4. But the velocity v is equal to u plus at. Uniform accelerated motion. 10 plus 2 into 4 is equal to 18 meters per second. That's the velocity after that much time. V is equal to u plus 18. Our next question. Identify the correct equation based on 3 equations of motion. ഈ തന്നിട്ടുള്ളതിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഇക്വേഷൻ ഏതാണ്? എല്ലാം നോക്കി യെസ് ആണ്. യെസ് ഇത് യു ടി പ്ലസ് ഹാഫ് വി ടി സ്ക്വയർ. യു ടി പ്ലസ് ഹാഫ് വി ടി സ്ക്വയർ മീൻസ് ടു വിൽ ക്യാൻസൽ ഔട്ട്. ഇപ്പോൾ യു ടി പ്ലസ് ഹാഫ് വി ടി സ്ക്വയർ. സോ ഓപ്ഷൻ ഇസ് ശരി. The position of a particle vary with x is equal to p t square minus q t cube. ഒരു ഇക്വേഷൻ ആയിട്ട് തന്നിട്ടുണ്ട് നമുക്ക് പൊസിഷൻ, ആക്സലറേഷൻ. ഇത് രണ്ടു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്ത വെലോസിറ്റി ഡി എക്സ് ബൈ ഡി ടി വെലോസിറ്റി 2p 3q t സ്ക്വയർ. ഒരു വട്ടം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി വി ബൈ ഡി ടി ആവും ആക്സലറേഷൻ. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ്. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആക്സലറേഷൻ ഇസ് ഇക്വൽ ടു ഇത് ഡിഫറൻഷിയേറ്റ് ഇവിടെ 2pt ഇത് തെറ്റി 2pt മൈനസ് 3q t സ്ക്വയർ. ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് 2p മൈനസ് 6q t. 2p minus 6qt. 2p minus 6qt is there. So that is the answer. R and H represent the horizontal range and maximum height of a projectile. Then angle of projection with the horizontal. Standard formula നമ്മൾ പഠിച്ചിട്ടുള്ളത് നമുക്ക് അറിയേണ്ടതാണ്. ഒരു പ്രൊജക്ടൈൽ സപ്ലിമെന്ററി ഫോർമുല ഇട്ട്. Suppose a projectile is there and this is the angle of projection and this is the range. The range is the height. How they are related? Theta, h and r. 4h is equal to r tan theta. 4h is equal to r tan theta. Or tan theta is equal to 4h by r. Or theta is equal to tan inverse 4h by r. For a given projectile, the angle of projection theta is tan inverse. ഒരു പ്രൊജക്ടൈലിനെ സംബന്ധിച്ചോളം റിലേഷൻ വാല്യൂഡ്. But theta is equal to tan inverse 4h by r. 4h by r. So, okay. Next. In projectile motion, the maximum height attained by the projectile depend on maximum height attained by the body. Maximum height for a projectile. The projectile number vertical motion height എടുത്തു. Then you know maximum height h is equal to angle of projection ഇവിടെ ഇൻവോൾവഡ് ആണോ നോക്കുക. Projectile motion, the maximum height attained is given by u squared sin squared theta by 2g. U squared sin squared theta by 2g. This is the formula. അതിൽ എന്തൊക്കെയുണ്ട്? ഇനീഷ്യൽ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആംഗിൾ ഓഫ് പ്രൊജക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, തീറ്റാനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യു ക്യാൻ സേ ദാറ്റ് ബോത്ത് ഇനീഷ്യൽ സ്പീഡ് ആൻഡ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ.
It's okay. പറഞ്ഞില്ല. Angle of two non-zero vectors A and B are 120. Then the resultant of C. Now two vectors A and B, 120. What is the resultant? From root of A squared plus B squared minus. It's 120, that's why. Plus 2AB cos theta. Cos 120 is equal to minus half. And therefore is equal to minus AB. Strictly speaking, plus 2AB cos 120. That can be written. Plus 2AB cos 120. Because angle is 120 is equal. This is the resultant. This can be written as root of A square plus B square minus the half cos 120 cos 60 1 by 2 is equal to minus AB. This can be written as A square plus B square plus 2AB. Sorry, minus 2AB. Sorry. അതിന് ഞാൻ എന്താ ഞാൻ നമ്മൾ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉത്തരം പറയും? ഞാൻ ഒരു മൈനസ് എ ബി ആഡ് ചെയ്തു, ഒരു മൈനസ് എ ബി സബ്ട്രാക്ട് ചെയ്തു. സബ്ട്രാക്ട് ചെയ്യുന്നത് ഇത് കൂടി എഴുതി. അപ്പോൾ മൈനസ് 2AB പ്ലസ് എ ബി. ഇത് ഗ്രൂപ്പ് ചെയ്താൽ റൂട്ട് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർഡ് പ്ലസ് എ ബി. This is grouped. And definitely if you take the root, it's equal to A minus B added with a term. If you take the root R, look at this term. ഇത് മാത്രമായിരുന്നെങ്കിൽ അതിൻ്റെ റൂട്ട് എ മൈനസ് ബി ആണ്. അപ്പോൾ ആറിൻ്റെ വില എ മൈനസ് ബി ആണ്. അപ്പം അതിൻ്റെ കൂടെ റൂട്ടുള്ള എ ബി എന്ന് പറഞ്ഞ ടൈം കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ എ മൈനസ് ബി മോഡുലസ്. Greater than A minus B modulus. So the answer is this much. This is the answer. Next. Uniformly accelerated motion. How many variables are required to fully describe system? Uniformly accelerated motion ഒരു സിസ്റ്റത്തെ അറിയണമെങ്കിൽ എന്തൊക്കെ അറിയണം? എന്തൊക്കെ വേരിയബിളുകളെ അറിയണം? എന്തൊക്കെ വേരിയബിൾ അറിയണം എന്ന് ചോദിച്ചാൽ എല്ലാം അറിയണം. ഇപ്പോൾ വെലോസിറ്റി അറിയണം, ആക്സലറേഷൻ അറിയണം, ടൈം അറിയണം. യൂണിഫോം ആക്സലറേറ്റർ മോഡ്, ഹൗ മെനി വേരിയബിൾസ് ആർ റിക്വയർഡ് ടു ഫുള്ളി ഡിസ്ക്രൈബ് ദ സിസ്റ്റം? വെലോസിറ്റി, ആക്സലറേഷൻ, ടൈം. Velocity, acceleration, time. That's equal to 3. Because the position depends on all this. അപ്പോൾ ഞാൻ പൊസിഷൻ ഉപയോഗിക്കണില്ലേ? അപ്പോൾ acceleration, velocity, acceleration, time. You can get all information about the motion. Therefore 3. Next. A projectile is launched with a speed of 20 meters per second at an angle theta from the ground. At what point on the trajectory does the projectile have got the maximum kinetic energy? ഞാൻ ഒരു പ്രൊജക്ടൈൽ എന്താ പ്രൊജക്റ്റ് ചെയ്യുന്നു, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അവർ. അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് ട്രജക്ടറി ഡസ് ദ പ്രൊജക്ടൈൽ ഹാവ് ഗോട്ട് മാക്സിമം കിനെറ്റിക്, എവിടെയാണ് കൂടുതൽ കിനെറ്റിക് എനർജി ചെയ്യുന്നത്? ഒരു ഐഡിയൽ കേസിലാണെങ്കിൽ, അതായത് ഒരു തരം വിസ്കസ് ഫോഴ്സുകൾ ഇല്ലെങ്കിൽ ഇവിടുത്തെ സ്പീഡും സെയിം ആണ് എങ്കിൽ കൈനറ്റിക് എനർജി ഹിയർ ആൻഡ് ഹിയർ ആർ ദി സെയിം. ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഡിസിപ്പേറ്റിംഗ് ഫോഴ്സ് ഉണ്ടോ, വിസ്കസ് ഫോഴ്സ് ഉണ്ടോ ഒന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പറയും രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരേ കൈനറ്റിക് എനർജി. പക്ഷേ ഇവിടെ ഫ്രിക്ഷനോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടായിരുന്നെങ്കിലോ ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻവോൾവഡ് ആണ്. അപ്പോൾ അതിന് എനർജി എക്സ്പെൻഡ് ചെയ്യണം എങ്കിൽ ഇവിടുത്തെ എനർജി ഉണ്ടാവില്ല, ഇവിടെ വരും. അപ്പോൾ ജനറൽ കേസിൽ എവിടെയാണ് മാക്സിമം കിനെറ്റിക് എനർജി? അറ്റ് ദ ടൈം ഓഫ് പ്രൊജക്ഷൻ. ദ ടൈം ഓഫ് പ്രൊജക്ഷൻ ഇറ്റ് ഹാസ് ഗോട്ട് ദ മാക്സിമം അറ്റ് ദ ഇനീഷ്യൽ പോയിന്റ്. അപ്പോൾ റീച്ചിങ് ദ ഗ്രൗണ്ട് എന്ന് പറയുന്നതും ട്രൂ ആകുമായിരുന്നു. വേറെ ഫോഴ്സുകളൊന്നും അവിടെ ഇല്ല, ഡിസിപ്പേറ്റിംഗ് ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ ഉണ്ടെന്നോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് രണ്ട് ഓപ്ഷനും ഉണ്ട് ഇവിടെ.
അപ്പോൾ പിന്നെ ആദ്യത്തെ ഓപ്ഷനിൽ മാറ്റമില്ല. ഡിസിപ്പേറ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടുത്തെ എനർജിക്ക് മാറ്റമില്ല. എന്താ ദാറ്റ് ഈസ് ദി ഹൈയസ്റ്റ് എനർജി. സെക്കൻഡ്, a body moving circular motion with a constant speed has got constant speed സംഭവിച്ചു, and it has got constant it has got acceleration, it has got uniform velocity. Circular motion with a constant speed, it has got centripetal acceleration. The magnitude of acceleration is constant, equal to b squared by constant acceleration. And by the unit vector out of this, I do I plus j, take the modulus, and you can say that I by root 2 plus j by root 2 is a unit vector. That is the answer. It is a sum of, we have to find the modulus of all the three, all the four, and you can see that the unit vector. And നമുക്ക് കാണാം ഇതിന്റെ മോഡുലസ് കാണാൻ വാല്യൂ 1 ആയിട്ട് വരുന്നത് I plus j by root 2. Vector A and B has got same magnitude. In addition, the magnitude of the resultant is also equal to magnitude of either of them. Then A and B must have നമ്മുടെ ഉത്തരം. എനിക്ക് രണ്ട് ഐഡന്റിക്കൽ വെക്ടേഴ്സ്, നമ്മുടെ ബേസിക് നോളജ് A and A at angle 120. Two vectors at an angle 120. The magnitude is that vector itself in modulus. If the resultant is A itself. And therefore, what is the condition for that? The angle must be 120. ഇവിടെ ചോദിച്ചാൽ എയും ബിയും ഒരേ മാഗ്നിറ്റ്യൂഡ്, അവർ റിസൾട്ടൻ്റ് മാഗ്നിറ്റ്യൂഡ് ഇതിൽ ആരെങ്കിലും ഒന്നിന് തുല്യം എങ്കിൽ ആംഗിൾ is 120. നോളജ് ക്വസ്റ്റ്യൻ. സോ ഇക്വൽ ടു 120 ഇസ് ഓപ്ഷൻ. അടുത്തിട്ട് എ ക്രോസ് ബി ഇസ് ഇക്വൽ ടു ബി ക്രോസ് എ ആണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം അത് ഓപ്പോസിറ്റ് എന്നറിയാം. എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ ആർ ഓപ്പോസിറ്റ്. And there what is the angle between them? 180 ആണ്. പക്ഷേ ഇവരോട് നമ്മളോട് പറഞ്ഞു സെയിം ആണെന്ന് പറഞ്ഞു. അത് സെയിം ആണെന്ന് പറയണമെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സും ഒരേ ഡിറക്ഷനിലാണ്. ദാറ്റ് ഈസ് അത് രണ്ടും ഒരേ ഡിറക്ഷനിലെ മോഡുലസ് വാല്യൂ സെയിം ആവണം എന്ന് പറഞ്ഞാൽ മോഡുലസ് വാല്യൂ സെയിം ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാവുന്നത് എ ക്രോസ് ബിയും ബി ക്രോസ് എയും സെയിം അല്ല, അത് തമ്മിൽ ആംഗിൾ 180 ഉണ്ട്. ആ 180 ഉണ്ട് എന്നറിയാം എങ്കിൽ ഇവിടെ പറഞ്ഞാൽ അത് സെയിം ആണെന്നാണ് പറയുന്നത്. ഇത് സെയിം ആണ് എന്ന് പറയണമെങ്കിൽ എനിക്ക് പറയാവുന്നത് എയും ബിയും തമ്മിലുള്ള ദെൻ വടുത എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടുക. എ ക്രോസ് ബി മീൻ എ ബി സൈൻ തീറ്റ, ബി ക്രോസ് ബി ഈസ് ഇക്വൽ ടു A cross B. B cross A എഴുതുമ്പോൾ ഇറ്റ് ഈസ് മൈനസ് എ ക്രോസ് ബി ആണ്. ബി ക്രോസ് ഇസ് മൈനസ് എ ക്രോസ് ബി. അപ്പോൾ എ ബി ക്രോസ് എ ഇസ് ഇക്വൽ ടു മൈനസ് എ ക്രോസ് ബി മീൻ ഇത് രണ്ടും കിടക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം ഇത് രണ്ടും ഓപ്പോസിറ്റ്. അവ തമ്മിൽ 180. ഇവർ പക്ഷെ നിങ്ങളോട് പറയുന്നു ഇത് രണ്ടും ഒന്നാണ് എന്ന് പറയണം. ക്രോസ് ബിയും ബി ക്രോസ് എയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ദെൻ ദി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് ഇക്വൽ ടു 180 degree. They are opposite. If they are opposite, what is their cross product? 0. And therefore we can say that it is equal to pi. Between A and B, what is the cross B? AB sin pi. AB sin pi. Sin pi is equal to 0. And therefore angle between B is pi. An athlete complete one round of circular track of radius r in 20 seconds. 20 സെക്കൻഡിൽ ഒരു റൗണ്ട് ഓടിയെത്തും. What will be his displacement at the end of 2 minutes 20 seconds? 2 minutes 20 seconds mean 2 into 60 plus 20. 140 seconds. ഓരോ 20 സെക്കൻഡിലും ഒരു റൗണ്ട്. അപ്പോൾ 140 സെക്കൻഡിലോ 7 റൗണ്ട്.
7 round complete. He completes 7 rounds and reaches the same point. 7 rounds and reaches the same point in 140 seconds. 140 സെക്കൻഡിൽ 7 റൗണ്ട് ഓടി ആ പൊസിഷനിൽ അയാൾ എത്തിയിട്ടുണ്ടാവും. അയാൾ അവിടെ തന്നെ എത്തി എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്? 0. He is the starting point and the what displacement is 0. Yes. So that is there. This is the first set of discussion in physics. അതിൽ ഞാൻ പറഞ്ഞത് ആ തുടങ്ങുമ്പോൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ കുറേ ക്വസ്റ്റ്യൻസൊക്കെയും നോളേജാണ്, നോളേജ് ഇൻഫർമേഷൻസ് കണ്ടത്. കാൽക്കുലേഷൻ ആവശ്യമുള്ള 2 or 3 ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. കാൽക്കുലേഷൻ സ്വല്പം ലെങ്ത് ഉള്ളത്. ഇതാണ് ഇതിൻ്റെ ബേസിക് നേച്ചർ. ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത യൂണിറ്റായിട്ട് കാണാം. അടുത്ത യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ലോസ് ഓഫ് മോഷൻ ഉണ്ടാവും, വർക്ക് പവർ എനർജി ഉണ്ടാവും, ആൻഡ് റൊട്ടേഷൻ ഡൈനാമിക്സ് ഉണ്ടായിരിക്കും. നമുക്ക് അടുത്ത യൂണിറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നാളെ കാണാം. താങ്ക് യു.